ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മെക്സിക്കൻ ഡിഷിൻ്റെ റെസിപ്പിയാണ്. ടാക്കോസ് ആണ് കേട്ടോ. ഇത് എന്ത് ഫില്ലിംഗ് വെച്ചിട്ടും നമുക്ക് റെഡിയാക്കി എടുക്കാം. ഞാനിവിടെ പൊട്ടാറ്റോ ടാക്കോസ് ആണ് ചെയ്യുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് നോക്കിയാലോ. ആദ്യം തന്നെ നമുക്ക് ഇതിലേക്കുള്ള റൊട്ടി റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് ഞാൻ 2 കപ്പ് മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മൈദ കഴിക്കാത്തവരാണെന്നുണ്ടെങ്കിൽ ഇതേ അളവ് തന്നെ നിങ്ങൾ ഗോതമ്പ് പൊടി എടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുന്നുണ്ട്. അതുപോലെ 1 ടീസ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. 1 ടീസ്പൂണാണ് കേട്ടോ, ടേബിൾ സ്പൂൺ അല്ല. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ചേർക്കുന്നത്. അതുപോലെ 2 ടീസ്പൂൺ ഓയിലും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈസ്റ്റിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ല എന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്തിട്ട് ഇതേ അളവ് തന്നെ ബാക്കിയെല്ലാം എടുത്തിട്ട് മിക്സ് ചെയ്താൽ മതി. ഇനി ചെറിയ ചൂടുവെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കണം. നമ്മൾ ചപ്പാത്തി മാവിൻ്റെ ഒക്കെ ഒരു പാകത്തിന് കുഴച്ചെടുത്താൽ മതി. അപ്പോൾ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്ക് കൈ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കുക. അപ്പോൾ ഒരുപാട് ചൂടുള്ള വെള്ളമല്ല കേട്ടോ, ചെറിയൊരു ചൂടുള്ള വെള്ളം മതി. നമുക്ക് ഈസ്റ്റ് പെട്ടെന്ന് ആക്റ്റീവ് ആകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനിനി ഇത് കൈ കൊണ്ടൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഈസ്റ്റ് ഇല്ലാതെ ടോർട്ടില്ല എങ്ങനെ റെഡിയാക്കുക എന്നുള്ളതൊക്കെ ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി നമുക്കിതൊന്ന് അടച്ചിട്ട് ഒരു 3/4 മണിക്കൂർ മാറ്റി വെക്കാം. ഒരു 3/4 മണിക്കൂറിന് ശേഷമാണ് കേട്ടോ. അപ്പോൾ അത്യാവശ്യത്തിന് മാവ് പൊങ്ങി വന്നിട്ടുണ്ട്. ഒരുപാട് പൊങ്ങി വരേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇത്രയും മതി നമുക്ക്. അപ്പോൾ ചൂടുള്ള സ്ഥലമാണെങ്കിൽ 3/4 മണിക്കൂറൊക്കെ പെട്ടെന്ന് തന്നെ പൊങ്ങി കിട്ടും. അപ്പോൾ നമുക്കിത് ഇനി ചെറിയ ഉരുളകളാക്കിയിട്ട് ചപ്പാത്തി പോലെ വേണമെങ്കിൽ നിങ്ങൾക്ക് പരത്തിയെടുക്കാം. ഇല്ലെങ്കിൽ ഇതുപോലെ വലിയ ഉരുളാക്കിയിട്ടൊന്ന് പരത്തിയിട്ട് എന്തെങ്കിലും അടപ്പ് വെച്ചിട്ടൊന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ അത് വീട്ടിൽ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഏതാണോ കൂടുതൽ സൗകര്യം അതുപോലെ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ചെറിയ ഓരോന്നായിട്ട് പരത്തിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ പരത്തിയെടുക്കുക. ഇല്ലെങ്കിൽ ഇതുപോലെ നന്നായിട്ട് കനം കുറച്ച് പരത്തിയതിന് ശേഷം ഞാൻ ഒരു അടപ്പ് വെച്ചിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ബാക്കി വരുന്ന ഭാഗങ്ങൾ വീണ്ടും നമ്മൾ ഉരുട്ടിയിട്ടൊന്ന് പരത്തിയെടുക്കണം. അപ്പോൾ മാവ് തീരോളം നമ്മളിതുപോലെ തന്നെ ചെയ്യണം കേട്ടോ. ഇങ്ങനെ ആകുമ്പോൾ കറക്റ്റ് നമുക്ക് റൗണ്ടായിട്ട് തന്നെ ഷേപ്പായിട്ട് കിട്ടും. മറ്റേ ചപ്പാത്തി പോലെ പരത്തുമ്പോൾ നമുക്ക് എല്ലാം ഒരേ വലുപ്പത്തിൽ കിട്ടണമെന്നില്ല. പിന്നെ ഇത് ഒരു തവ ചൂടാക്കിയിട്ട് ജസ്റ്റ് ഒന്ന് നമ്മൾ 2 ഭാഗം ഒന്ന് തിരിച്ചും മറിച്ചിട്ടിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഒരുപാട് വേവിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഒരു ഹാഫ് കുക്കാക്കി എടുത്താൽ മതി. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. വളരെ പെട്ടെന്ന് തന്നെ ആയി കിട്ടും. 2 ഭാഗം ഒന്ന് തിരിച്ചും മറിച്ചിട്ടിട്ട് നമുക്ക് തവയിൽ നിന്ന് ഓരോന്നായിട്ട് എടുത്ത് മാറ്റാം. അപ്പോൾ നേരത്തെ ടോർട്ടില്ല ബ്രെഡൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഒരു ടാക്കോസ് റെഡിയാക്കി എടുക്കാം. ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ റൊട്ടി ആദ്യം ഒന്ന് റെഡിയാക്കി എടുത്തിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്. അപ്പോൾ എല്ലാം ഞാനിവിടെ ചുട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഒരു 2 വലിയ ഉരുളക്കിഴങ്ങൊന്ന് ഉപ്പിട്ടിട്ടൊന്ന് പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് നമ്മൾ നേരത്തെ ഒന്ന് കുക്കറിൽ വെച്ചിട്ടൊന്ന് പുഴുങ്ങിയെടുത്താൽ മതി. വളരെ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റും. ഇനി കുറച്ച് ബട്ടർ ഒന്ന് ചൂടാക്കിയിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ ചിക്കൻ മസാലയാണ് ഞാൻ ഇട്ടെടുത്തിട്ടുള്ളത്. ചിക്കൻ മസാല ആകുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ചൂടായിട്ടുള്ള ബട്ടറിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ആവശ്യത്തിനുള്ള കുരുമുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് മല്ലിയിലും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം നമുക്ക്. ഇങ്ങനെ പിന്നെ നമ്മൾ അടുപ്പിലേക്ക് വെച്ചിട്ട് വഴറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഈ ഒരു ബട്ടറിൻ്റെ ചൂട് കിടന്നിട്ട് തന്നെ മസാലയൊക്കെ ആ ഒരു പച്ചമണമൊക്കെ നന്നായിട്ട് തന്നെ നിങ്ങൾക്ക് മാറിക്കിട്ടും. ഇനി ഇത് നമ്മൾ ഉടച്ച് വെച്ചിട്ടുള്ള ആ ഒരു ഉരുളക്കിഴങ്ങിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ബട്ടറൊക്കെ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർക്കുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ ഈ ഒരു സ്മാഷ്ഡ് പൊട്ടാറ്റോക്ക്. അപ്പോൾ അതൊക്കെ വീട്ടിൽ ചെയ്യുമ്പോൾ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടിയിട്ടോ കുറച്ചിട്ടോ ഒക്കെ ചെയ്യാം. അപ്പോൾ പൊട്ടാറ്റോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമ്മൾ ഓരോ റൊട്ടി എടുത്തിട്ട് ആദ്യം ഇതിൻ്റെ മുകളിൽ നമ്മൾ പിസ്സയുടെ സോസാണ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. പിസ്സ സോസിൻ്റെ റെസിപ്പി ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഒരു പണിയില്ല. ഉള്ളി, തക്കാളി, വെളുത്തുള്ളി, ക്യാപ്സിക്കം, മല്ലിയില ഇതെല്ലാം കൂടെ ഒന്ന് വഴറ്റിയിട്ട് കുറച്ച് കുരുമുളക്, ഉപ്പ്, അതുപോലെ തന്നെ ടൊമാറ്റോ സോസും കൂടെ ഒഴിച്ചിട്ടൊന്ന് അരച്ച് പേസ്റ്റാക്കി എടുത്താൽ മതി. ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഞാൻ നേരത്തെ കാണിച്ചുകൊണ്ടാണ് കാണിക്കാത്തത്. ഇനി നമ്മൾക്ക് ഏത് ചീസ് വേണമെങ്കിലും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു ഷീറ്റാണ് വെച്ച് കൊടുക്കുന്നത്. ഇപ്പോൾ മൊസറല്ലയുടെ ചീസ് ഗ്രേറ്റ് ചെയ്തിട്ടാണെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങിൻ്റെ ആ ഒരു കൂട്ട് ഇതിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. കുറച്ച് കൂടുതലായിട്ടാണ് നമ്മളിത് നിറച്ച് കൊടുക്കുന്നത് കേട്ടോ. വളരെ കുറഞ്ഞ ഫില്ലിംഗ് അല്ല, നല്ല കട്ടിയായിട്ടാണ് നമ്മളിത് വെക്കുന്നത്. അപ്പോൾ ഇത് കഴിക്കുന്ന സമയത്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ പുറം ഭാഗം നല്ല ക്രിസ്പായിരിക്കും, ഉൾഭാഗം നല്ല ആ ഒരു ക്രീമി ടെക്സ്ചറായിരിക്കും കേട്ടോ. അപ്പോൾ അത്രയും കട്ടി തന്നെ വെച്ച് കൊടുക്കുക. അപ്പോൾ എല്ലാം ഇതുപോലെ തന്നെ ചെയ്ത് വെക്കുക.
എന്നിട്ട് നമ്മളൊരു പാന് അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് ഓയിലൊന്ന് ഒഴിച്ചിട്ട് ചൂടായതിന് ശേഷം ഓരോന്നായിട്ട് വെച്ചിട്ട് നമുക്ക് രണ്ട് ഭാഗം നല്ല പോലെ ഒന്ന് മൊരിയിച്ചെടുക്കണം. പുറം ഭാഗം നല്ല ക്രിസ്പായിട്ട് ആവണം കേട്ടോ. ഇത് നിങ്ങൾക്ക് ഓവനിൽ വെച്ചിട്ടും ബേക്ക് ചെയ്തെടുക്കാം. ഓവനിൽ വെച്ചിട്ടാകുമ്പോൾ ഓയിലൊന്നും ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് നല്ല ക്രിസ്പി ആയിട്ട് ബേക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ തവയിൽ ചെയ്യുമ്പോൾ ഇതുപോലെ തന്നെ ചെയ്യുക. ഇങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ നല്ലൊരു ടേസ്റ്റാണ്. ഒരു ഭാഗം ഒന്ന് റെഡി ആകുമ്പോൾ തിരിച്ചിട്ടിട്ട് രണ്ട് ഭാഗം നല്ല പോലെ ഒന്ന് ആക്കിയെടുത്താൽ മതി. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് കോരി മാറ്റാം. വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റും കേട്ടോ. ഇത് പുറം ഭാഗം നല്ല ക്രിസ്പായിരിക്കും. അത് ടൊർട്ടില്ല ബ്രെഡ് ആയത് കാരണം തന്നെ നല്ല ക്രിസ്പി ആയിട്ടാവും ഉണ്ടാവുക. ഉൾഭാഗത്ത് കിഴങ്ങിൻ്റെയും ചീസിൻ്റെയൊക്കെ ആ ഒരു മിക്സ് നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തൊക്കെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം.